വിശ്വ ആയുർവേദ പരിഷത്ത് സംസ്ഥാന സമ്മേളനം അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിൽ നടന്നു. സമൂഹത്തിന്റെ ആരോഗ്യക്ഷേമത്തിനായി ആയുർവേദത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ആയുർവേദ പണ്ഡിതർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വിശ്വ ആയുർവേദ പരിഷത്ത് കേരള സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലാണ് കേരള സ്റ്റേറ്റ് കോൺഫറൻസ് 2026 എന്ന പേരിൽ ആയുർവേദ സമ്മേളനം കൊല്ലം അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിൽ നടന്നത്. ആയുർവേദത്തിന്റെ സമകാലിക പ്രസക്തിയും ഭാവി ദിശകളും ചർച്ച ചെയ്തു. അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ഡീൻ സ്വാമി ശങ്കരാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. Ayurveda is not a small word. It's astounding what has been written by our rishis some thousands of years before in such a beautiful language. There is no comparison to Charaka Samhita. There is no comparison for a brief text like Ashtanga Hridaya in any other science. NCISM Board of Ayurveda President Dr. Allam Prabhu Gudda സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. So today we are thinking about globalization of Ayurveda. So already if we go into depth of the roots of medical sciences, some of the words, we come to know that already we have got lot of contribution of Ayurveda in the medical sciences. ആയുർവേദത്തിന്റെ സമകാലിക പ്രസക്തി, ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ, ഭാവിയിലെ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത സമ്മേളനത്തിൽ വിശ്വ ആയുർവേദ പരിഷത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ചൌധരി മുഖ്യപ്രഭാഷണം നടത്തി. RSS സീനിയർ പ്രചാരക് ശ്രീ സേതുമാധവൻജി ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈദ്യ ആദർശ് സി രവി, ഡോക്ടർ TT കൃഷ്ണകുമാർ, ഡോക്ടർ അജയൻ സദാനന്ദൻ, ഡോക്ടർ രഘുനാഥൻ നായർ, ഡോക്ടർ രമേശ് NV, ഡോക്ടർ ഹരിത ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആയുർവേദ പണ്ഡിതർ, വൈദ്യന്മാർ, അക്കാദമിഷ്യന്മാർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ വിവിധ സെക്ഷനുകളിൽ പങ്കെടുത്തു. സമൂഹത്തിന്റെ ആരോഗ്യക്ഷേമത്തിനായി ആയുർവേദത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്വ ആയുർവേദ പരിഷത്ത് സംസ്ഥാനതല ആയുർവേദ സമ്മേളനം സംഘടിപ്പിച്ചത്. ആയുർവേദ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.